തലശ്ശേരി നഗരത്തിൽ മൂന്നി ജംഗ്ഷനിൽ തീരാ ദുരിതമായി മാറിയ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരമാവുമെന്ന് പ്രതീക്ഷ. പ്രശ്നപരിഹാരം കണ്ടെത്താൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങിയ സംഘം സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. കവലയിലെ വാടിക്കൽ റോഡിന് നടുവിലുള്ള ടെലിഫോൺ വകുപ്പിന്റെ മാൻഹോളാണ് വെള്ളക്കെട്ടിന്റെ പ്രഭവ കേന്ദ്രമെന്ന് സംഘം കണ്ടെത്തി. നഗരത്തിലെ നടുറോഡിലെ വെള്ളക്കെട്ട് കാലങ്ങളായി ജനങ്ങൾക്ക് ദുരിതമാവുന്നതിനെക്കുറിച്ച് ഗ്രാമിക TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം എത്തിയത്. ഗ്രാമിക ഇമ്പാക്ട്. BSNL എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരായ TC റഷീദ, സായി ചാന്ദിനി, മുൻ ഉദ്യോഗസ്ഥൻ പ്രേമദാസൻ, നഗരസഭാ എഞ്ചിനീയർ T ഷജിൽ, നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സോമൻ, കൗൺസിലർ N രേഷ്മ എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. മാൻഹാൾ തുറക്കുകയും സമീപത്തെ ഓവുചാൽ തുറന്ന് പരിശോധിക്കുകയും ചെയ്തു. മാൻഹാളിൽ നിന്ന് ഓവുചാലിലേക്ക് പോകുന്ന വെള്ളം ഒഴുകുന്ന പൈപ്പിന്റെ വ്യാസം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. പ്രവൃത്തി ബുധനാഴ്ച തുടങ്ങും. ഇതോടെ കാൽനൂറ്റാണ്ടായി വ്യാപാരികളും നാട്ടുകാരും അനുഭവിച്ച ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും വാഹനങ്ങൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ദുരവസ്ഥ കാൽനൂറ്റാണ്ട് പിന്നിട്ടു. എന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടാവാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം ലോഗൻസ് റോഡിലൂടെ ഒഴുകി ഷെമി ഹോസ്പിറ്റലിന് സമീപത്തെ ഡ്രെയിനേജിൽ പതിക്കുകയാണ്. ഇതുവഴി കടന്നുപോകുന്ന നിരവധി ഇരുചക്ര വാഹനങ്ങൾ റോഡിൽ ഇന്റർലോക്ക് പാകിയതിനാൽ പൂപ്പലിൽ തട്ടി അപകടത്തിൽപ്പെടാറുണ്ട്. കാൽനട യാത്രക്കാർ തെന്നി വീഴുന്നതും നിത്യസംഭവമാണ്. വെള്ളക്കെട്ട് കാരണം ഈ ഭാഗങ്ങളിലെ വ്യാപാരം തീർത്തും നിശ്ചലമായിരിക്കുകയാണ്. മാൻഹാളിന് സമീപത്തെ ഓവുചാലിലെ മലിനജലവും പുറത്തേക്ക് ഒഴുകുന്നതും ഇതിലൂടെയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ജവാദ് അഹമ്മദ്, ജനറൽ സെക്രട്ടറി CC വർഗീസ്, കോൺഗ്രസ് നേതാക്കളായ MP അരവിന്ദാക്ഷൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവരും നിരവധി വ്യാപാരികളും സ്ഥലത്തെത്തിയിരുന്നു. കാൽനൂറ്റാണ്ട് പിന്നിട്ട ഈ ദുരിതത്തിന് പരിഹാര നടപടികൾ തുടങ്ങിയതായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സോമൻ പറഞ്ഞു. ഡ്രൈനേജിലേക്കുള്ള ഈ 2 ഇഞ്ച് പൈപ്പ് ലൈന് പുറമെ ഒരു 6 ഇഞ്ചുള്ള 2 പൈപ്പ് ലൈനും കൂടി ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്ഥായിയായിട്ട് ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് എഞ്ചിനീയർമാരും അതുപോലെ മറ്റുള്ള ആളുകളെല്ലാം തന്നെ ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ സഹകരണത്തോടുകൂടി എല്ലാ ജനങ്ങളുടെയും മറ്റുള്ളവരുടെയും സഹകരണത്തോടുകൂടി നാളെ തന്നെ അത് BSNLും അതുപോലെ തന്നെ തലശ്ശേരി നഗരസഭ ഹെൽത്ത് വിഭാഗം അതുപോലെ തന്നെ BSNL എഞ്ചിനീയർമാർ ഇവരുടെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ പണി നാളെ തന്നെ നടക്കും. ഏതായാലും നമുക്കൊരു 10-25 വർഷത്തോളം വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ ഷോപ്പ് ഉടമകൾ അവരെ പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. ആ ഷോപ്പ് ഉടമകളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യം ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി തലശ്ശേരി നഗരസഭയുമായി ബന്ധപ്പെട്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടി നിരന്തരമായി ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി BSNLന് നഗരസഭ ഒരു കത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചെങ്കിലും പക്ഷെ അതിനിടയിൽ തന്നെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉണ്ടാക്കിയത്. പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽ വേണ്ട വിധം എത്തിച്ച ഗ്രാമിക വാർത്തയ്ക്ക് നന്ദി അറിയിക്കുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജവാദ് അഹമ്മദ് പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഗ്രാമിക ചാനലുമായി ബന്ധപ്പെടുകയും ഗ്രാമിക ചാനൽ ഉടനെ വന്ന് അത് നല്ല രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം ഇന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു. ആ ഗ്രാമീണ ചാനലിലെ ആളുകൾക്കും എല്ലാവിധ നന്ദി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ വ്യാപാരികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് കോൺഗ്രസ് തലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ പറഞ്ഞു. എല്ലാവരും കൂടി ഇന്ന് 12 മണിക്ക് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വരുന്ന റോഡ് മുറിച്ച് പൈപ്പ് ലൈൻ ഉണ്ടാവും. ആ കാര്യങ്ങൾ അത്യാവശ്യം സാമ്പത്തിക കണ്ടെന്ന് മുനിസിപ്പാലിറ്റിക്ക് അത്ര മറ്റും എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പാസ്സാക്കി വരാൻ ഇതിൻ്റെ മറ്റൻസ് ആ കാര്യത്തിൽ വേറെ അസോസിയേഷൻ ആ കാര്യങ്ങളിലേക്ക് വലിയ താല്പര്യമുള്ള ആൾക്കാർ അത് ജനങ്ങളെല്ലാവരും കൂടി അവരോട് ചേരുക ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാം. ഗ്രാമിക ന്യൂസ് തലശ്ശേരി.